നമസ്കാരം. എക്സാം പോയിന്റിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മൾ മലയാളം ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. മലയാളം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ചാപ്റ്റർ ആണ് കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ചിത്രവർണ്ണങ്ങൾ എന്നാണ്. ചിത്രവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ യൂണിറ്റിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് പഠിക്കുന്നത്. പാഠത്തിന്റെ പേര് ഒരു ചിത്രം എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് മലയാളിയുടെ പ്രിയ എഴുത്തുകാരനായിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി എന്നും ശബ്ദസുന്ദരൻ എന്നെല്ലാം അറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യമഞ്ജരി എന്ന് പറഞ്ഞ ഒരു കൃതിയിലെ കുറച്ച് ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു കവിതയാണ് ഒരു ചിത്രം എന്ന് പറഞ്ഞ ഈ ഒരു കവിത. 11ഓളം ചാപ്റ്ററുകളാണ്, അല്ലെങ്കിൽ 11ഓളം ഭാഗങ്ങളായിട്ടാണ് സാഹിത്യമഞ്ജരി ഇറങ്ങിയിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ഭാഗത്തിലെ ഒരു കവിതയാണിത്. നല്ല മനോഹരമായിട്ടുള്ളൊരു കവിത, രസമായിട്ട് പഠിച്ചു പോകാവുന്ന ഒരു കവിതയാണ്. ശ്രീകൃഷ്ണന്റെ ചെറിയ ജീവിതത്തിലെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ആ ഒരു കുട്ടിക്കാലത്തിലെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് പാഠത്തിലേക്ക് പോയാലോ? പാഠത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, ഒരു ചിത്രം. എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളം കണ്ട ഏറ്റവും മികച്ച ഒരു കവിയാണ് ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ. ഒരു മികച്ച വിവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ആധുനിക കവിത്രയത്തിലെ അംഗം കൂടിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. കവിത്രയം എന്താണ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കവിത്രയം, ത്രയം എന്ന് പറഞ്ഞാൽ 3. കവിത്രയത്തെ 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും. പ്രാചീന കവിത്രയം 3 പേരാരൊക്കെയാണ്? തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി നമ്പൂതിരി. രണ്ടാമത്തേതാണ് ആധുനിക കവിത്രയം. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. 3 പേരെ മഹാകവിയായിട്ടാണ് കണക്കാക്കുന്നത്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. കഥകളിയായിട്ട്, നമ്മുടെ കേരളത്തിന്റെ തനത് കലയായിട്ടുള്ള കഥകളിയെ പരിപോഷിപ്പിക്കാനായിട്ട് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നതാണ് കേരള കലാമണ്ഡലം. കേരള വാൽമീകി എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ദേശീയ ബോധത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും കവി എന്നുകൂടി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ. 1878 ഒക്ടോബർ 16 അദ്ദേഹം മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ജനിച്ചത്. 1958 മാർച്ച് 11 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. 1908 ഒരു രോഗബാധയെ തുടർന്ന് അദ്ദേഹത്തിന് കേൾവിശക്തി നഷ്ടപ്പെടുകയാണ്. അതേ തുടർന്ന് അതിൻ്റെ ഒരു സങ്കടത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ബധിരവിലാപം. അതുപോലെ തന്നെ 1915 ചിത്രയോഗം എന്ന അദ്ദേഹത്തിന്റെ മഹാകാവ്യം രചിച്ചു. വലിയ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, വള്ളത്തോൾ നാരായണ മേനോന്റെ മഹാകാവ്യം ഏതാണ് ഉത്തരം? ചിത്രയോഗം. അതുപോലെ കേൾവിശക്തി നഷ്ടപ്പെട്ടതിൽ സങ്കടത്തോടെ അദ്ദേഹം എഴുതിയ കൃതിയാണ് വിലാപകാവ്യമാണ് ബധിരവിലാപം. അതേ വർഷം തന്നെ, അതായത് 1915 അദ്ദേഹം കേരളോദയത്തിന്റെ ഒരു പത്രാധിപരാവുകയും ചെയ്തിരുന്നു. വാൽമീകി രാമായണം, അഭിജ്ഞാന ശാകുന്തളം, ഋഗ്വേദം, മാതംഗലീല, പത്മപുരാണം, മാർക്കണ്ഡേയ പുരാണം, വാമന പുരാണം, മത്സ്യപുരാണം, ഊരുഭംഗം, മധ്യമ വ്യായോഗം, അഭിഷേക നാടകം, സ്വപ്നവാസവതത്വം തുടങ്ങിയ ഒരുപാട് സംസ്കൃത കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും പദവികളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. കവി സാർവഭൗമനെന്നും അതുപോലെ കവി തിലകനെന്നും അദ്ദേഹത്തുള്ള ആ ഒരു പുരസ്കാരം നൽകി അന്ന് എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അതുകൂടാതെ പിൽക്കാലത്ത് പത്മവിഭൂഷണും അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹത്തിന്റെ അപരനാമങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. കേരള വാൽമീകി, അതുപോലെ ശബ്ദസുന്ദരൻ, അതുപോലെ മറ്റൊരു പേരും കൂടി അദ്ദേഹത്തിനുണ്ട്, കേരള ടെന്നിസൺ എന്നുകൂടി അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട കൃതികള് ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം, ബധിരവിലാപം, ഗണപതി, പ്രസംഗവേദിയിൽ, സാഹിത്യമഞ്ജരി. 11 ഭാഗങ്ങളാണ് സാഹിത്യമഞ്ജരിക്കുള്ളത്. കൊച്ചു സീത, അഭിവാദ്യം, ഓണപ്പുടവ മുതലായവയാണ്. നമുക്ക് കവിതയിലേക്ക് കടന്നാലോ? ഒരു ചിത്രം എന്ന ഈ ഒരു കവിത അല്പം ഒന്ന് താളത്തിൽ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. എന്നിട്ട് നമുക്കതിന്റെ ആശയം ഓരോന്ന് വിശദീകരിക്കാം. ഒരു കുഞ്ഞു കവിതയാണ് കേട്ടോ, നല്ല സുഖമായിട്ട് നമുക്ക് പഠിച്ചു മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു കുഞ്ഞു കവിതയാണ്. നീ
ഇതു കാൺകൊരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ ചേറിയ പാൽപാത്രവുമായി പയ്യനെ കാലെ കറന്നിടും അമ്മ തൻ മീൻ വലം വശം ചാരി നിൽപ്പൂ. മാതാവോ പൈക്കറ നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തു കയ്യാൽ പൈതലെ പേത്തുമണച്ചു പൂണർന്നതി പ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു. ചേലുറ്റ പാത്രത്തിൽ അമ്മ നാറു ചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. താമര താരിതൾ പോലെ നേടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ ഓമന വക്രമീതെത്ര രമ്യം. എമ്മട്ടെന്നോതുവാനേതും കഴിവില്ലാതെ അമ്മധൂരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നിടു ഉമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ. കേവല ഭംഗ്യ കൊഴുത്തുരുണ്ടൊലരി പൂവൽ മെയ് പൂൺമോതാൻ പുണ്യവാന്മാർ ലാവണ്യ ദുക്തം കടഞ്ഞെടുത്തിടിന തൂവണ്ണയോ ഇതു തമ്പുരാനേ. നീതു കാൺകൊരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ കയറിയ പാൽപാത്രമായി. വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്, നിങ്ങളൊന്ന് ചൊല്ലിപ്പഠിക്കുക. ഗോകുലത്തിലെ യശോദയുടെ മകനായിട്ട് വളരുന്ന ശ്രീകൃഷ്ണന്റെ ഉള്ളിലെ ആ ഒരു കുട്ടിക്കാലമാണ് നമുക്ക് ഈ ഒരു കവിതയിൽ പഠിക്കാനായിട്ടുള്ളത്. മഹാവിഷ്ണുവിന് 10 അവതാരങ്ങളാണുള്ളത്. ദശാവതാരം എന്നറിയപ്പെടുന്നു. അതിൽ 9ാമത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അസുര രാജാവായിട്ടുള്ള കംസന്റെ സഹോദരിയായിരുന്നു ദേവകി. ദേവകിയുടെ ഭർത്താവ് വസുദേവർ. അവർക്കുണ്ടാകുന്ന 8ാമത്തെ കുട്ടി കംസനെ വധിക്കുമെന്ന് ഒരു അശരീരി ഉണ്ടായി. അതേ തുടർന്ന് 7 കുട്ടികളെയും പിറന്ന 7 കുട്ടികളെയും കംസൻ അതിദാരുണമായി വധിക്കുകയാണ്. 8ാമത്തെ കുട്ടിയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ദേവകിയും വസുദേവരും ഗോകുലത്തിലുള്ള നന്ദഗോപർക്കും യശോദയ്ക്കും തൻ്റെ കുഞ്ഞിനെ കൈമാറുകയാണ്. അങ്ങനെ പിറന്ന 8ാമത്തെ കുട്ടിയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനാണ് പിൽക്കാലത്ത് കംസനെ വധിക്കുന്നത്. യശോദയോടൊപ്പം ഗോകുലത്തിൽ സന്തോഷത്തോടുകൂടി ജീവിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തിലെ കുറച്ച് ചെറിയ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കവിത വായിച്ചിട്ടൊന്ന് ആശയം പറയാം. നീ ഇതു കാൺകൊരാൺകുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലെ കറന്നീടും അമ്മതൻ മെയ്യിൽ വലം വശം ചാരി നിൽപ്പു. രാവിലെ തന്നെ പശുവിനെ കറക്കുന്ന അമ്മയുടെ അരികിലേക്ക് ഒരു ചെറിയ പാൽപാത്രവുമായിട്ട് അമ്മയുടെ ശരീരത്തിന്റെ വലതുവശത്ത് ചാരി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് കവി കാണിച്ചു തരികയാണ്. ആരാണത്? ശ്രീകൃഷ്ണനാണ്. വളരെ വാത്സല്യത്തോടു കൂടിയാണ് ഈ ഒരു കൃതി എഴുതിയിരിക്കുന്നത്. നീ ഇതു കാൺകൊരാൺകുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി. കയ്യിൽ ചെറിയ പാൽപാത്രവുമായിട്ട് നീ ഇത് കാണൂ എന്നാണ് കവി പറയുന്നത്. ഒരു കാര്യം കാണിച്ചു തരാൻ ഞാൻ. ആരെയാണ് കാണിച്ചു തരുന്നത്? ഒരു ചെറിയ പാൽപാത്രവുമായിട്ട് ഒരു കുഞ്ഞു കുട്ടി വരികയാണ്. ആരുടെ അടുത്തേക്കാണ് വരുന്നത്? തൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അമ്മയാണെങ്കിൽ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പശുവിനെ കറക്കുന്ന അമ്മയുടെ അരികിൽ ചെറിയ പാൽപാത്രവുമായിട്ട് അമ്മയുടെ ശരീരത്തിന്റെ വലതുവശത്ത് ചാരി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ കവി നമുക്ക് കാണിച്ചു തരുന്നു. മാതാവോ പൈക്കറ നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലതു കയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർനദി പ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു. മാതാവ് ഈ കുട്ടി വരുന്നത് കണ്ടപ്പോൾ, മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ,
എൻ്റെ ആ കൊച്ചു വരുന്ന സമയത്ത് അമ്മ പൈക്കറ നിർത്തി പശുവിനെ കറക്കുന്നത് നിർത്തിയിട്ട് മണിവള വ്രാതമണിഞ്ഞ, വ്രാതം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം, ഒരുപാട് വളയെല്ലാം അണിഞ്ഞ് ആ കൈ, വലതു കൈ കൊണ്ട് ആ പൈതലിനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ, നിർവൃതിയാണ് അപ്പോൾ അവർക്കുണ്ടായത്. ഒരു കോൾമയിൽ രോമാഞ്ചമുണ്ടായി അമ്മയ്ക്ക്. അത്രയും സുന്ദരനായിട്ടുള്ള, അത്രയും ശാലീനതയുള്ള, നിഷ്കളങ്കനായിട്ടുള്ള ആ ഒരു കുട്ടിയെ അമ്മ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന കാര്യമാണ് കവി പറയുന്നത്. ചേലുറ്റ പാത്രത്തിൽ അമ്മ നറുചൂട് പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റുപാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. ചേലുറ്റ എന്ന് പറഞ്ഞാൽ അഴകുള്ള എന്നർത്ഥം. നല്ല അഴകുള്ള ഒരു പാത്രത്തില് അമ്മ എന്താണ് കൊടുത്തത്? നറുചൂട് എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഒരു പാൽ പകർന്നു നൽകിയപ്പോൾ അവന്റെ ചുണ്ടിനെ പറ്റിയിട്ടാണ് പിന്നീട് പറയുന്നത്. ചെന്തൊണ്ടി വായ്മലയിൽ, തൊണ്ടിപ്പഴം എന്ന് പറഞ്ഞൊരു പഴമുണ്ട്, ചുവന്നൊരു പഴമാണ്. ആ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തൊണ്ടിപ്പഴം പോലെ ചുവന്നാണ് ആരുടെ ചുണ്ടിരിക്കുന്നത്? ഈ ഉണ്ണിക്കണ്ണന്റെ ചുണ്ടിരിക്കുന്നത്. ആ തൊണ്ടിപ്പഴം പോലെയുള്ള ആ ഒരു ചുണ്ടില് പാലിന്റെ വെണ്മയെ തോൽപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള പുഞ്ചിരി തഞ്ചിടുന്നു എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുന്നു എന്നർത്ഥം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അഴകുള്ള ഒരു പാൽപാത്രത്തിൽ നല്ല ചൂടുള്ള ഒരു പാൽ അമ്മ കൊടുക്കുകയാണ് ഉണ്ണിക്കണ്ണന്. ആ കൊടുക്കുന്ന സമയത്ത് തൊണ്ടിപ്പഴം പോലെയുള്ള ആ ചുവന്ന ചുണ്ടിൽ നിന്ന് പാലിനേക്കാൾ സുന്ദരമായിട്ടുള്ള, മധുരമായിട്ടുള്ള ഒരു പുഞ്ചിരി വിടർന്നു വരുന്നു. താമരത്താരിതൾ പോലെ നെടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ ഓമന വക്ത്രമിതെത്ര രമ്യം. താമര ഇതൾ പോലെ നീണ്ട ആ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നമുക്ക് കാണാനായിട്ട് കഴിയും. എത്ര സുഖമാണ്, എത്ര ഭംഗിയാണ്, സുന്ദരമാണ് ശ്രീകൃഷ്ണന്റെ ആ ഒരു ഓമന മുഖം. ആ സൗന്ദര്യം വർണ്ണിക്കാനായിട്ട് വാക്കുകൾ പോലും തനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നാണ് വള്ളത്തോൾ പറയുന്നത്. പ്രേമവും ഹർഷവും, ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. വക്ത്രം, വക്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മുഖം എന്നാണ് അർത്ഥം. രമ്യം എന്ന് പറഞ്ഞാൽ മനോഹരം എന്നർത്ഥം. താമര ഇതൾ പോലെ എന്ന് പറഞ്ഞ കണ്ണുകളെ താമരപ്പൂവിന്റെ ഇതളായിട്ടാണ് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. അതുപോലെ നീണ്ട ആ ഒരു കണ്ണുകളില് സ്നേഹവും സന്തോഷവും നമുക്ക് കാണാനായിട്ട് കഴിയും. ശ്രീകൃഷ്ണന്റെ സൗന്ദര്യമാകുന്ന ആ ഒരു മുഖത്ത് നിന്ന് എത്ര നോക്കിയാലും കണ്ണെടുക്കാൻ കഴിയില്ലെന്നും ആ സൗന്ദര്യം വർണ്ണിക്കാനായിട്ട് തനിക്ക് വാക്കുകൾ കിട്ടില്ല എന്നുകൂടി വള്ളത്തോൾ പറയുന്നു. മട്ടെന്ന് ഓതുവാൻ ഏതും കഴിവില്ലാത്ത മധുരാനനം ഒന്നു കണ്ടാൽ, ആ വാക്കുകള്, അതായത് വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ആ സുന്ദരമായിട്ടുള്ള ആനനം മുഖം കണ്ടു കഴിഞ്ഞാൽ അതിനെ വർണ്ണിക്കാനായിട്ട് ഒരു വാക്കുകളും തൻ്റെ കലവറയിലില്ല എന്ന് വള്ളത്തോൾ പറയുകയാണ്. അമ്മയ്ക്ക് മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്ത് ഉമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ. അത്രയും സുന്ദരനായിട്ടുള്ള, അത്രയും കോമള രൂപമായിട്ടുള്ള ആ ഒരു ഉണ്ണിക്കണ്ണനെ അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും ഒന്ന് വേഗം തന്നെ എടുത്ത് പുണരാനായിട്ട്, കെട്ടിപ്പിടിച്ച് വാത്സല്യത്തോടു കൂടി അവനെ സ്നേഹിക്കാനായിട്ട് ആഗ്രഹം തോന്നുമെന്ന് കൂടി കവി പറയുന്നു. കേവല ഭംഗ്യ കൊഴുത്തുരുണ്ടുള്ളൊരു പൂവൽ മെയ് പൂൺമോർത്താൻ പുണ്യവാന്മാർ. അടുത്തതായിട്ട് ഈ ഒരു ശ്രീകൃഷ്ണന്റെ, ഉണ്ണിക്കണ്ണന്റെ ശരീരത്തെയാണ് വള്ളത്തോൾ വർണ്ണിക്കുന്നത്. കേവല ഭംഗ്യ കൊഴുത്തുരുണ്ടുള്ളൊരു പൂവൽമെയ് പൂൺമോർത്താൻ പുണ്യവാന്മാർ. പൂ പോലെയുള്ളതാണ് ശ്രീകൃഷ്ണന്റെ ശരീരം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണന്റെ ആ പൂ പോലെയുള്ള ശരീരം പുണരാനായിട്ട്, അദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്യാനായിട്ട്, കെട്ടിപ്പിടിക്കാനായിട്ട് കഴിയുന്നവർ പുണ്യം ചെയ്തവരാണെന്ന് കൂടി അദ്ദേഹം പറയുന്നു. ലാവണ്യ ദുഗ്ധം കടഞ്ഞെടുത്തിടിന തൂവെണ്ണയോ ഇത് തമ്പുരാനെ. ലാവണ്യ ദുഗ്ധം എന്ന് പറഞ്ഞാൽ, ലാവണ്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നുള്ള അർത്ഥം. ദുഗ്ധം എന്ന് പറഞ്ഞാൽ അർത്ഥം പാലെന്നാണ് അർത്ഥം. സൗന്ദര്യമാകുന്ന പാൽ കടഞ്ഞെടുത്ത തൂവെണ്ണ തന്നെയാണോ ഉണ്ണിക്കണ്ണന്റെ പൂമൈ എന്ന് കവി ആശ്ചര്യപ്പെടുകയാണ്. ആ തൂവെണ്ണ പോലെ അത്രയും പവിത്രമായ, നിർമ്മലമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ളതാണ് ശ്രീകൃഷ്ണന്റെ ശരീരം എന്ന് കൂടി പറയുന്നു. ആ ശ്രീകൃഷ്ണനോടുള്ള ആ ഒരു ഭക്തിയും അതുപോലെ ശ്രീകൃഷ്ണനോടുള്ള ഇഷ്ടവും എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴവും നമുക്കിവിടെ ദർശിക്കാനായിട്ട് കഴിയും. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം എല്ലാവരെ സംബന്ധിച്ചും വലിയ ഇഷ്ടമുള്ള ഒരു കഥാപാത്രം തന്നെയാണ്.
ശ്രീകൃഷ്ണന്റെ ആ ബാല ലീലാവിലാസങ്ങളൊക്കെ ചെറുശ്ശേരിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള കാവ്യത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരിയിലെ ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞ ഈ ഒരു കവിതയും ശ്രീകൃഷ്ണന്റെ സൗന്ദര്യത്തെ പറ്റിയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനോടുള്ള അല്ലാത്ത അഗാധമായിട്ടുള്ള പ്രണയവും പ്രേമവും അതുപോലെ വാത്സല്യവും ഭക്തിയും എല്ലാം തന്നെ നിറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? ആശയമൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ താളമൊക്കെ ഒന്ന് ചൊല്ലി തന്നെ പഠിക്കാട്ടോ കവിതയൊക്കെ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ബാലന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരാൻ കാരണമെന്ത്? ബാലൻ ആരാണ് ഇവിടെ? ശ്രീകൃഷ്ണനാണ്. അഴകുള്ള പാത്രത്തിൽ അമ്മ ചൂടുപാൽ പകർന്നു നൽകിയപ്പോഴാണ് ബാലന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നത്. ബാലന്റെ ആ ചുണ്ടിനെ എന്തായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെ തൊണ്ടിപ്പഴം പോലെയാണ്, ചുവന്ന തൊണ്ടിപ്പഴം പോലെയാണ് ശ്രീകൃഷ്ണന്റെ ചുണ്ടിനെ കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പുഞ്ചിരി വല്ലാത്തൊരു അനുഭവം തന്നെയാണെന്ന് കൂടി കവി ഓർമ്മിപ്പിക്കുന്നു. ഈ കുഞ്ഞിനെ ആർക്കും എടുത്തുമ്മ വച്ചിടുവാൻ തോന്നിയിടുന്നത് എന്തുകൊണ്ടാവാം? രണ്ടാമത്തെ ചോദ്യമാണ്. താമര ഇതൾ പോലെ മനോഹരമായിട്ടുണ്ട് ആ കണ്ണന്റെ കണ്ണുകളിൽ സ്നേഹവും ഹർഷവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. ശ്രീകൃഷ്ണന്റെ ആ എത്ര സുന്ദരമായിട്ടുള്ള ഓമനമായിട്ടുള്ള മുഖമാണുള്ളത്. ആ സൗന്ദര്യം തനിക്ക് വർണ്ണിക്കാനായിട്ട് വാക്കുകൾ പോലും കിട്ടുന്നില്ല എന്നുകൂടി വള്ളത്തോൾ പറയുന്നുണ്ട്. അമ്മയ്ക്ക് മാത്രമല്ല ആ കാണുന്ന ആർക്കും തന്നെ ആ ഉണ്ണിക്കണ്ണനെ എടുത്ത് താലോലിക്കാനും ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ തോന്നുമെന്നുകൂടി ഇവിടെ വള്ളത്തോൾ ഓർമ്മിപ്പിക്കുന്നു. അത്രയും ഒരു വാത്സല്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. പിന്നീട് പദപരിചയം നമുക്ക് നോക്കാം. ഒരുപാട് പദങ്ങൾ നമ്മൾ പുതിയൊരു പദങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ആ പദങ്ങളുടെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്, എങ്കിലും അത് കാണാതെ ഒന്ന് പഠിക്കുക. ഈ പദങ്ങളുടെ അർത്ഥം ഊഹിച്ചു പറഞ്ഞുകൊണ്ട് നിഘണ്ടു നോക്കി ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ചോദ്യം പുസ്തകത്തിൽ കിടക്കുന്നുണ്ട്. അതിലെ വേർഡുകൾ നമുക്ക് നോക്കാം. മെയ്യ്, മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. പൈക്കറ, പൈ എന്ന് പറഞ്ഞാൽ പശു, പശുവിനെ കറക്കുന്ന കാര്യമാണ് പറയുന്നത്. വ്രാതം, വ്രാതം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. ഇവിടെ മണിവള വ്രാതമണിഞ്ഞ കൈകൾ എന്ന് പറയുന്നുണ്ട്. യശോദയാണ് ശ്രീകൃഷ്ണന്റെ അമ്മയായിട്ടുള്ള യശോദ ഒരുപാട് വളകൾ, ഒരു കൂട്ടത്തോടു കൂടി വളകൾ കയ്യിലിട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്നു. പ്രീത, സന്തോഷവതി, ചേലുറ്റ, ഭംഗിയുള്ള എന്നൊക്കെയുള്ള ഒരർത്ഥമാണ് വരുന്നത്. ചേലുറ്റ ഭംഗിയുള്ള പാത്രത്തിലാണ് ചൂടുപാല് അമ്മ കുഞ്ഞിന് കൊടുക്കുന്നത്. പാലഞ്ചും, പാല് പോലും തോൽക്കുന്ന ഒരു ശരീരമാണ് അല്ലെങ്കിൽ പുഞ്ചിരിയാണ് ശ്രീകൃഷ്ണൻ്റെതായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. തഞ്ചുക, തങ്ങുക, പാലഞ്ചും പുഞ്ചിരി തങ്ങിടുന്നു എന്ന് പറയുന്നുണ്ട്. തൊണ്ടിപ്പഴം പോലെ ചുവന്ന ആ ചുണ്ടില് പാല് പോലെയുള്ള പുഞ്ചിരി തങ്ങി നിൽക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ശ്രീകൃഷ്ണന്റെ ആ ഒരു കണ്ണിണയിൽ സന്തോഷവും അതുപോലെ തന്നെ സ്നേഹവും എല്ലാം തന്നെ കാണാമെന്നുള്ള വരി ഓർക്കുക. പിന്നെ ദുഗ്ധം, പാല് കൊടുക്കുന്ന കാര്യം. ദുഗ്ധം എന്ന് പറഞ്ഞാൽ പാല് എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പൊ മനോഹരമായിട്ടുള്ളൊരു കുട്ടി പാഠമാണ് നമ്മൾ പഠിച്ചത്. ഒരു ചിത്രം എന്ന് പറഞ്ഞ ആദ്യത്തെ കവിത, ആദ്യത്തെ പാഠഭാഗം ചൊല്ലിപ്പഠിക്കുക. പാഠഭാഗത്തിന്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ചോദ്യോത്തരങ്ങളൊക്കെ ഒന്ന് വായിച്ചു പഠിക്കുക. അപ്പൊ നല്ല രസമായിട്ടുള്ള ഇങ്ങനെയുള്ള കുറേ പാഠങ്ങളാണ് നമുക്ക് ഈ ഒരു വർഷം പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല. നല്ല താല്പര്യത്തോടു കൂടി വേണം പഠിക്കാനായിട്ട്. ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കാര്യവും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എഴുതി തന്നെ പഠിക്കുക. നല്ല കുട്ടി കഥകളും കവിതകളും ഒക്കെ വായിക്കുക. അതുപോലെ തന്നെ പേപ്പറൊക്കെ വായിക്കാൻ കിട്ടിയ അതൊക്കെ ഒന്ന് വായിക്കുക. അപ്പോൾ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഇനിയുള്ള വരും ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത ക്ലാസ്സൊക്കെ ഒന്ന് പഠിക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എക്സാം പോയിന്റിന്റെ ഗൈഡിലാണെങ്കിൽ ഈ ഒരു പാഠഭാഗത്തിന്റെ ആശയം കിടക്കുന്നുണ്ട്. അതുപോലെ നൂതന പദങ്ങളും പര്യായവും ഒക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുട്ടികൾ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.